കലികാലത്തിലെ സംസാരരോഗത്തിൽ നിന്ന് മോചനം നേടാനുള്ള ഔഷധമായി പണ്ഡിതന്മാർ ഭാഗവതഗതാമൃതത്തെ നിർദ്ദേശിക്കുന്നു. പുരാണങ്ങളും മഹാഭാരതവും രചിച്ചിട്ടും മനഃശാന്തി ലഭിക്കാതെയിരുന്ന വ്യാസഭഗവാന് ഭാഗവതം രചിച്ച ശേഷമാണ് പൂർണ്ണശാന്തി ലഭിച്ചത്. ശാസ്ത്രങ്ങളെ ഒരു തട്ടിലും ഭാഗവതത്തെ മറുതട്ടിലും വെച്ച് ബ്രഹ്മാവ് തൂക്കിനോക്കിയപ്പോൾ ഭാഗവതം വെച്ച് തട്ടാണ് കൂടുതൽ തൂങ്ങിയത് എന്ന കഥ അതിന്റെ പ്രാധാന്യം എടുത്തു കാണിക്കുന്നു. ഈ കാലഘട്ടത്തിൽ ഭാഗവത പാരായണത്തിനുള്ള പ്രാധാന്യം ഇത്തരം കഥകൾ വിളംബരം ചെയ്യുന്നു. ശ്രീമഹാഭാഗവതം കിളിപ്പാട്ടിന്റെ കർത്താവ് തുഞ്ചത്തെഴുത്തച്ഛനാണെന്ന് സാധാരണക്കാർ വിശ്വസിക്കുന്നുണ്ടെങ്കിലും പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായവ്യത്യാസം നിലനിൽക്കുന്നു. കിളിപ്പാട്ടിന്റെ ചടങ്ങനുസരിച്ച് കവി ആദ്യമായി കിളിയെ ആദരപൂർവ്വം വിളിച്ചുണർത്തുന്നു. മാനസപദ്മത്തിൽ വാഴുന്നതും ആദിമൂല ശ്രീപരമാനന്ദ സ്വത്വത്തിൽ നിന്ന് ഉണർന്നിറങ്ങി വന്ന അമൃതം പാനം ചെയ്ത് എപ്പോഴും ആനന്ദിക്കുന്നതുമായ പൈങ്കിളിപ്പെണ്ണിനെ വിളിച്ചുണർത്തുന്നു. മനുഷ്യജീവിതം പാഴായിപ്പോകുന്നതിനു മുൻപ് മനസ്സ് തെളിഞ്ഞ് ദിവ്യാനന്ദത്തിന്റെ സ്വഭാവമായ മോക്ഷം നേടാൻ എളുപ്പമുള്ള സാധനം എന്താണെന്ന് തക്കസമയത്ത് പറഞ്ഞു തരാൻ അപേക്ഷിക്കുന്നു. കിളിപ്പാട്ട് പ്രസ്ഥാനത്തിന്റെ പരമ്പരാഗതമായ ശൈലിയിൽ കാവ്യം പാടിത്തുടങ്ങാൻ കിളിയെ ക്ഷണിക്കുന്നു. കവിയുടെ അഭ്യർത്ഥനയ്ക്ക് മറുപടിയായി കിളി പറയുന്നത് മോക്ഷം നേടാനുള്ള വഴികളും വേദാന്തസാരങ്ങളും മുനീന്ദ്രന്മാർ പലവിധത്തിൽ ചൊല്ലിയിട്ടുണ്ട്. എന്നാൽ ആ വിഷയങ്ങളിലേക്ക് കടക്കുന്നതിനേക്കാൾ എളുപ്പവും സുഖകരവുമായ മാർഗം പുരാണങ്ങൾ പറയുകയും കേൾക്കുകയുമാണ്. ചൊല്ലെഴുന്ന എല്ലാ പുരാണങ്ങളിലും വെച്ച് ഏറ്റവും നല്ലത് ഭാഗവതമാണെന്ന് കേൾക്കുന്നു. പദ്മാദി പുരാണങ്ങൾ നല്ലതാണെങ്കിലും പരമാത്മതത്വം അറിയുന്നതിന് ഭാഗവതമാണ് ഏറ്റവും എളുപ്പമായത് എന്ന് കിളി നിശ്ചയിച്ചു പറയുന്നു. ഭാഗവതത്തെ മറ്റുള്ള ശാസ്ത്രീയ മോക്ഷമാർഗങ്ങളെക്കാൾ ശ്രേഷ്ഠമാക്കുന്നതിന്റെ കാരണങ്ങളെക്കുറിച്ച് കിളി പറയുന്നു. ഓരോരോ ശാസ്ത്രങ്ങളിൽ ഉപദേശിച്ചിട്ടുള്ള മോക്ഷമാർഗങ്ങൾ നിരൂപിച്ചാൽ എളുപ്പമുള്ളവയല്ല. ഓരോരോ ജനങ്ങൾക്കും മുക്തതിമാർഗങ്ങൾ ഓരോരോ വിധമാണ്. എന്നാൽ ഭാഗവതത്തിൽ ഉപദേശിച്ചിരിക്കുന്നത് എല്ലാവർണ്ണക്കാർക്കും ഒരുപോലെ നന്നായി സാധിക്കാവുന്നതും ഏറ്റവും എളുപ്പമുള്ളതുമായ മാർഗമാണ്. എത്രയും എളുതായി മോക്ഷം ലഭിക്കുന്ന ഭക്തിമാർഗത്തെ പ്രതിപാദിക്കാനാണ് വേദവ്യാസൻ ഭാഗവതം ചമച്ചത്. ഭാഗവതത്തിൽ ഉത്തമ ശ്ലോകചരിത്രങ്ങളും നാമങ്ങളും ഉത്തമധ്യാനങ്ങളും ഇടകലർത്തി വിശദമായി പ്രതിപാദിച്ചിരിക്കുന്നു. ഈ ഭക്തിമാർഗത്തിൽ നിരന്തരം രമിക്കുന്നതിനുവേണ്ടിയായാണ് മറ്റുള്ള കഥകളെല്ലാം വ്യാസൻ ഭാഗവതത്തിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. കിളിയുടെ മൊഴി തുടരുന്നു. പുരുഷാർത്ഥങ്ങളായ ധർമാർത്ഥകാമമോക്ഷങ്ങൾ, പരമാത്മതത്വം, അത് നേടാനുള്ള മാർഗം, ശുദ്ധമായ ധർമ്മം എന്നിവ ഇതിൽ പ്രതിപാദിച്ചിരിക്കുന്നു. ഭാഗവതം കേൾക്കുക മാത്രമേ വേണ്ടൂ. അപ്പോൾ തന്നെ ഭക്തി ഉണ്ടാകുമെന്നും അതിലൂടെ മോക്ഷം ലഭിക്കുമെന്നും കിളി പറയുന്നു. വേദങ്ങളുടെ പ്രാമാണ്യത്തിൽ നിന്നേ സുഖം ലഭിക്കുകയുള്ളൂ എന്ന് ഇത് വ്യക്തമാക്കുന്നു. വേദമാകുന്ന കൽപ്പകവൃക്ഷത്തിന്റെ ആനന്ദം നിറഞ്ഞ ഫലമാണ് ഭാഗവതം. ഇത് ശുഗമുഖത്തിൽ നിന്ന് അമൃതധാരയായി ഭൂമിയിലേക്ക് ലഭിച്ചു. വേദവ്യാസൻ തന്റെ പുത്രനായ ശുഗബ്രഹ്മർഷിക്ക് ഭാഗവതം ഉപദേശിച്ചു. ശുഗൻ അത് പരീക്ഷിത്ത് മഹാരാജാവിന് പറഞ്ഞുകൊടുത്തു. ഭാഗവതം എന്ന ഈ അമൃത് പരനിൽ ലയിക്കുന്നതുവരെ, മോക്ഷം ലഭിക്കുന്നതുവരെ രസികന്മാരായ ഭാഗവതമുഖ്യന്മാർ ആവോളം പാനം ചെയ്തുകൊള്ളുക എന്ന് കിളി ആഹ്വാനം ചെയ്യുന്നു. ഭാഗവതത്തിന്റെ മാഹാത്മ്യം മനസ്സിലാക്കിയ കവി കഥ കേൾക്കാൻ തിടുക്കം പൂണ്ട് കിളിയോട് പറയുന്നു. എങ്കിലോ ചൊല്ലു സംസാരജീവിത ദുഃഖം കൊണ്ട് ഉണ്ടാകുന്ന സങ്കടം പോകുമെണ്ണം വൈകാതെ ശുഗമേ, നീ കഥ പറഞ്ഞു തുടങ്ങുക. ഇവിടെ കിളിയെ ശുഗൻ, കിളി എന്നും വ്യാസപുത്രനായ ശുഗമഹർഷി എന്നും അർത്ഥം എന്ന് വിളിച്ച് കഥ പറഞ്ഞു തുടങ്ങാൻ കവി ആവശ്യപ്പെടുന്നു. കിളി പറയുന്നു, ഭാഗവതകഥ ചൊല്ലാൻ എനിക്ക് ഒരൽപ്പം പോലും മാന്ദ്യമോ അലസതയോ ഇല്ല. പകരം ഉന്മേഷമാണ്. എങ്കിലും മാധുര്യവും മറ്റ് കാവ്യലക്ഷണങ്ങളും എത്രത്തോളം തന്റെ ആലാപനത്തിൽ പാലിക്കാൻ കഴിയുമെന്നതിൽ ആത്മവിശ്വാസം പോരാ. ഭാഗവതത്തിന്റെ മഹനീയതയ്ക്ക് മുന്നിൽ താൻ അതിമൂഢനാണ് എന്ന് കിളി സമ്മതിക്കുന്നു. കിളി തന്റെ വിനയം പ്രകടിപ്പിക്കുന്നു. വശ്യവചസ്സുകളായ കവീന്ദ്രന്മാരെക്കുറിച്ച് താൻ ഓർത്തുപോകുന്നു. അവരുടെ മുമ്പാകിനിന്ന് ചൊല്ലുമ്പോൾ തനിക്ക് പിഴ പറ്റുകയില്ലേ എന്ന ശങ്കയും തന്നെ ബാധിക്കുന്നു. ഗരുഡൻ സാമർത്ഥ്യത്തോടെ അതുല്യമായ വേഗത്തിൽ ആകാശത്തിന്റെ അനന്തതയിൽ പറക്കുമ്പോൾ അത് കണ്ടിട്ട് ദുർബലമായ കൊതുകിന് തന്റെ സാമർത്ഥ്യമില്ലായ്മ ഓർത്ത് പറക്കാതിരിക്കാൻ കഴിയുമോ? വിഷമമൊന്നും കൂടാതെ തന്നാലാകും വിധം ഭാഗവതം ചുരുക്കി ചൊല്ലിയിടാമല്ലോ. ഭാഗവതകഥ സംക്ഷേപിച്ച് ചൊല്ലാൻ തുടങ്ങുന്നതിനു മുൻപ് ഭാരതീയ ധർമ്മത്തിന്റെ ശ്രേഷ്ഠമായ ചടങ്ങനുസരിച്ച് ദേവതകളെ വന്ദിക്കാനായി ഒരുങ്ങുന്നു. കാവ്യം സുഗമമായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും ശുഭഫലങ്ങൾ ഉണ്ടാകുന്നതിനും വേണ്ടി ഗണേശൻ വിഘ്നനാശനെന്നും വിദ്യകളുടെ അധിഷ്ഠാന ദേവതയും, സരസ്വതി വിദ്യാദേവത, മുകുന്ദൻ വിഷ്ണു കൃഷ്ണൻ ഭക്തർക്ക് മോക്ഷം നൽകുന്നവൻ, വ്യാസൻ പൗരാണികാചാര്യനും ഭാഗവതത്തിന്റെ കർത്താവും, ഇന്ദ്രൻ സ്വർഗരാജാവും ദേവന്മാരുടെ തലവനും, ആശാധിപതികൾ ദിക്പാലകർ ദിശകളെ സംരക്ഷിക്കുന്ന ദേവതകൾ, ഭൂദേവ ദൈവം ഭൂമിയിലെ ബ്രാഹ്മണർ പണ്ഡിതന്മാർ, നാരദമുനീന്ദ്രൻ കല്യാണം ശുഭം വളർത്തുന്ന മുനി. ഈ വ്യക്തികളെല്ലാം തന്റെ കർമ്മം ശുഭമാകുന്നതിനുവേണ്ടി ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കി അനുഗ്രഹിക്കണമെന്ന് കിളി പ്രാർത്ഥിക്കുന്നു. കിളി താൻ ഉപാസിക്കുന്ന പരമാർത്ഥത്തെക്കുറിച്ച് പറയുന്നു. ശ്രീവേദവ്യാസമുനി ചമച്ച ഭാഗവതത്തിലെ പരമാർത്ഥം, അതായത് സത്യജ്ഞാനാനന്ദാനന്ദാദിയായ അമൃതം നിറഞ്ഞ സച്ചിദ്ബ്രഹ്മം എന്ന പരമാനന്ദത്തെ താൻ ഉപാസിച്ചു. ആ ഉപാസനയുടെ ഫലമായി കിളിക്ക് ലഭിച്ച ജ്ഞാനം ഇതാണ്: ഈശ്വരനും ഈ പ്രപഞ്ചവും ഒന്നാണ്. ഈശ്വരൻ തന്നെയാണ് തന്റെ ഗുരു എന്ന് അറിഞ്ഞപ്പോൾ ഗുരുവിന്റെ പാദപദ്മങ്ങളെ തന്റെ ഉള്ളിൽ ഉറപ്പിച്ചു. ഗുരുവിന്റെ ആജ്ഞയാലും ഈശ്വരന്റെ കാരുണ്യത്താലും ഈ പരമാനന്ദ സമന്വിതം ഈശ്വരൻ, പ്രപഞ്ചം, ഗുരു, താൻ എന്നിവയെല്ലാം ഒന്നായി കണ്ടു. അതോടെ മായാമയമായ പലതായി കാണുന്ന ഭേദചിന്തകളില്ലാതായി
താനല്ലാതെ മറ്റൊന്നും ഒരിടത്തും കാണുന്നില്ല എന്ന അവസ്ഥ കൈവന്നു. ഈ പരമമായ മോക്ഷമാർഗമാണ് ഭാഗവതം. അതുകൊണ്ട് മറ്റൊന്നും നിനക്കാതെ നന്നായി കേട്ടുകൊള്ളുക. നൈമിഷവനത്തിലെ വിഷ്ണുക്ഷേത്രമാണ് രംഗം. ശൗനക മഹർഷി മുതലായ മുനിശ്രേഷ്ഠന്മാരെല്ലാം അവിടെ കൂടിയിരിക്കുന്നു. സ്വർഗം ലഭിക്കുന്നതിനുവേണ്ടി അവർ ഒരു യാഗം നടത്തുകയാണ്. ഈ സത്രം 1000 വർഷം നീണ്ടുനിൽക്കുന്നതാണ്. ഈ സത്രം നടക്കുന്ന കാലയളവിൽ വേദവ്യാസന്റെ ശിഷ്യനായ സൂതമഹർഷി അവിടെ എത്തിച്ചേരുന്നു. മുനിമാർ അദ്ദേഹത്തെ നന്നായി സൽക്കരിച്ച് ഇരുത്തുന്നു. ശൗനകാദി മുനിമാർ സൂതമഹർഷിയെ ആദരവോടെ വന്ദിച്ചുകൊണ്ട് പറയുന്നത്: പുണ്യവാനായ ഭഗവാൻ സൂതൻ വന്നത് നന്നായി വന്നു, അതിനാൽ ഞങ്ങൾ ധന്യന്മാരായി. നിർമ്മലനായ ഭവാന് ധർമ്മശാസ്ത്രങ്ങൾ, ഇതിഹാസങ്ങൾ, പുരാണങ്ങൾ എന്നിവയെല്ലാം പാഠമാണ്. വേദവേദാന്തങ്ങൾ അറിയുന്ന മുനിമാരും വേദവേദാന്തവിത്തായ വേദവ്യാസനും മുൻപ് അരുൾ ചെയ്ത കാര്യങ്ങളെല്ലാം സാദരം അഭ്യസിച്ച ആളാണ് സൂതൻ. സൂതൻ സന്തോഷത്തോടെ വന്നത് തങ്ങൾക്ക് ഒരു അനുഗ്രഹമാണ്. സൂതൻ ജാതികൊണ്ട് ബ്രാഹ്മണനല്ലെങ്കിൽ പോലും ബ്രഹ്മജ്ഞാനം നേടിയതുകൊണ്ട് ബ്രാഹ്മണർക്ക് പോലും വന്ദിക്കപ്പെടാൻ അർഹനാണ്. ഈ ബഹുമാനമാണ് ശൗനകാദി മുനിമാർ അദ്ദേഹത്തോട് പ്രകടിപ്പിക്കുന്നത്. ഇതിനെ തുടർന്ന് സൂതനോട് ബഹുമാനം തോന്നാനുള്ള കാരണം മുനിമാർ വിശദീകരിക്കുന്നു. സൂതമഹർഷിയെ സ്തുതിച്ച ശേഷം മുനിമാർ അദ്ദേഹത്തോട് തങ്ങളുടെ ചോദ്യം അവതരിപ്പിക്കുന്നു. അതിനു മുന്നോടിയായി സൂതന് വേദവ്യാസനിൽ നിന്ന് ലഭിച്ച അനുഗ്രഹത്തിന്റെ കാരണം അവർ പറയുന്നു. ഏറ്റവും സ്നേഹമുള്ള ശിഷ്യനു മാത്രമേ രഹസ്യസ്വഭാവമുള്ള ബ്രഹ്മജ്ഞാനം ഗുരുക്കന്മാർ ഉപദേശിക്കുകയുള്ളൂ. വാസന, ശുശ്രൂഷ തുടങ്ങിയ ഗുണങ്ങളാൽ സൂതന് വേദവ്യാസഭഗവാന് മനസ്സിൽ ഏറ്റവും അധികം സ്നേഹമുണ്ടായി. ഈ ഗുണങ്ങൾ ഏത് ഗുരുവിന്റെ പ്രസാദം നേടുന്നതിനും അനിവാര്യമാണ്. ഗുരുവിന്റെ പ്രസാദം ഈശ്വരാനുഗ്രഹത്തിന് തുല്യമാണ്. അതുകൊണ്ട് വേദവ്യാസനിൽ നിന്ന് സാരം ഗ്രഹിച്ച സൂതൻ സാരമായ മോക്ഷസാധനം എന്താണെന്ന് തന്റെ അറിവിലുള്ള ഉറപ്പ് അനുസരിച്ച് പറഞ്ഞു തരണമെന്ന് മുനിമാർ അപേക്ഷിക്കുന്നു. കലിയുഗത്തിലെ മനുഷ്യരുടെ അവസ്ഥ വിവരിച്ചുകൊണ്ട് മുനിമാർ തങ്ങൾ ഉദ്ദേശിക്കുന്ന ഉപദേശത്തിന്റെ സ്വഭാവം എന്തായിരിക്കണമെന്ന് സൂചിപ്പിക്കുന്നു. ഈ കലിയുഗത്തിൽ മനുഷ്യക്കൂട്ടം നിത്യോപദ്രവങ്ങൾ മൂലം ദുഃഖിതന്മാരായിരിക്കുകയാണ്. മനുഷ്യർ അല്പായസ്സുകൾ, അല്പബുദ്ധികൾ, അല്പഭാഗ്യന്മാർ എന്നിവരായിട്ടാണ് അധികവും ഉള്ളത്. കേൾക്കേണ്ട ധർമ്മോപദേശങ്ങൾ അസംഖ്യമാണെങ്കിലും അതെല്ലാം കേൾക്കാൻ കലിയുഗത്തിൽ ആളുകൾക്ക് സമയമില്ല. അതിനാൽ സൂതൻ എല്ലാവർക്കും ഒരുപോലെ ബുദ്ധി തെളിയുന്നതിനായി ഏറ്റവും സാരമായതും ചുരുക്കമായതും അത്യന്തം മനോഹരമായ മോക്ഷമാർഗം ഉടൻതന്നെ ഉപദേശിക്കണം. മുനിമാർ മോക്ഷസാധനമായ ചുരുങ്ങിയ മാർഗം ചോദിച്ച ശേഷം തങ്ങളുടെ ആഗ്രഹം കൃഷ്ണകഥയാണെന്ന് വ്യക്തമാക്കുന്നു. ദേവകിയിൽ വസുദേവന് സൂതനായി ദേവകൾക്ക് ദേവൻ ശ്രീകൃഷ്ണൻ പിറന്ന കഥയാണ് കേൾക്കാൻ ആഗ്രഹമുള്ളത്. എല്ലാ കഥകളിലും വെച്ച് ഏറ്റവും നല്ലത് അക്കഥയല്ലേ എന്ന് അവർ ചോദിക്കുന്നു. ഭഗവാന്റെ തിരുനാമങ്ങളിൽ ഒന്നെങ്കിലും അന്ധനായ ചൊല്ലിയാൽ പോലും മോക്ഷം ലഭിക്കുമല്ലോ. ആത്മശുദ്ധിയിൽ കൊതിയുള്ള ഏതൊരാൾക്കും പരമാത്മാവായ കൃഷ്ണന്റെ കഥ കേൾക്കാൻ ആഗ്രഹമുണ്ടാകും. രസജ്ഞന്മാർക്ക് ഈ കഥ എത്ര കേട്ടാലും മതിയാതെയില്ല. ഈ കഥയുടെ രസങ്ങൾക്കും ഇത് മറ്റൊന്നുമില്ലതാനും. അതുകൊണ്ട് എത്ര കേട്ടാലും മതിവരാത്ത ഈ മംഗളകരമായ കഥകൾ മടിയാതെ ചൊല്ലണം. കലിയുഗത്തിൽ തങ്ങൾ നേരിടുന്ന പ്രതിസന്ധിയെക്കുറിച്ചും സൂതന്റെ ആഗമനം അതിനുള്ള പരിഹാരമാണെന്നും മുനിമാർ പറയുന്നു. കലിയുഗം വന്നു എന്നറിഞ്ഞതുകൊണ്ടാണ് തങ്ങൾ ഈ വൈഷ്ണവ ക്ഷേത്രത്തിൽ വന്ന യാഗത്തിൽ പ്രവേശിച്ചത്. കൃഷ്ണകഥയുടെ ദിവ്യരസാമൃതം നുകരാൻ എന്തൊരു ഉപായം എന്ന് ചിന്തിച്ചു വസിക്കുമ്പോഴാണ് ഈശ്വരകാരുണ്യത്താൽ സൂതൻ അവിടെ വന്നു ഭവിച്ചത്. സൂതന്റെ ദർശനത്തോടെ തന്നെ ദുഃഖം മിക്കതും അകന്നിരിക്കുന്നു. ഈ ചോദ്യങ്ങൾക്കും സന്തോഷപ്രകടനത്തിനും പിന്നിൽ കലികാല ദുരിതങ്ങളിൽ നിന്ന് ലോകരെ മോചിപ്പിക്കാമെന്ന മുനിമാരുടെ ആഗ്രഹമുണ്ട്. മുനിമാർ ഇപ്രകാരം പറയുന്നത് കേട്ടപ്പോൾ സൂതന്റെ മനസ്സിൽ സന്തോഷവും ഉത്സാഹവും നിറഞ്ഞു. ശ്രീകൃഷ്ണന്റെ കഥ ആഖ്യാനം ചെയ്യുന്നതിൽ നിന്നുളവാകുന്ന ദിവ്യാനന്ദം അനുഭവിക്കാൻ പോകുന്നതിൽ അദ്ദേഹത്തിന് നിർവൃതി അനുഭവപ്പെട്ടു. മുനിജനങ്ങളുടെ അപേക്ഷ കേട്ടപ്പോൾ സൂതന്റെ മുഖം നന്നായി തെളിഞ്ഞു. ഭഗവത്കഥാമൃതം പകർന്നുകൊടുക്കുന്ന പുണ്യകർമ്മം ചെയ്യാൻ അവസരം ലഭിച്ചതിൽ അദ്ദേഹത്തിന് സന്തോഷമുണ്ടായി. സൂതൻ ആദ്യം തന്നെ ആഖ്യാനം തുടങ്ങുന്നതിനു മുൻപ് ഗുരുക്കന്മാരെ വന്ദിക്കുന്നു. തന്റെ ഗുരുക്കന്മാരായ ശ്രീശുകമുനി, വേദവ്യാസൻ ആദ്യം ഭാഗവതം ഉപദേശിച്ചത് പുത്രനായ ശുകമുനിക്കാണ്. താൻ പറയുന്ന കഥാഖ്യാനം ഭംഗിയായി പൂർത്തിയാക്കാനും ശുകമുനിക്ക് സന്തോഷം തോന്നാനും സൂതൻ പ്രാർത്ഥിക്കുന്നു. ശ്രീവേദവ്യാസൻ വേദാന്തസാരാർത്ഥവും അത്യാത്മപ്രദീപവുമായ ഭാഗവതം രചിച്ച വേദവ്യാസന്റെ തുണയും അനുഗ്രഹവും തനിക്ക് ഉണ്ടാകണമെന്ന് സൂതൻ പ്രാർത്ഥിക്കുന്നു. സൂതൻ മുനിമാരുടെ ചോദ്യത്തെ പ്രശംസിക്കുന്നു. ഈ ചോദ്യം ലോകത്തിലെ എല്ലാ ആളുകൾക്കും നന്മ നൽകുന്ന ഒന്നാണ്. ഭഗവാന്റെ കഥ കേൾക്കാനുള്ള ആഗ്രഹം ലോകർക്ക് നന്മയുണ്ടാക്കും. മനുഷ്യനായി ജനിച്ചാൽ മാധവനിൽ അത്യധികം ഭക്തിയുണ്ടായിരിക്കണം. അല്ലാത്തപക്ഷം ആ മനുഷ്യജന്മം വ്യർത്ഥമാണ്. കലിയുഗത്തിൽ മോക്ഷം നേടാനുള്ള ഏറ്റവും നല്ല മാർഗം ശ്രീകൃഷ്ണ ഭക്തിയാണെന്നും അത് എങ്ങനെ സാധിക്കാമെന്നും അദ്ദേഹം വിശദീകരിക്കുന്നു. മനസ്സിൽ ജ്ഞാനവും വൈരാഗ്യവും ഉണ്ടാകാനും ആനന്ദം ലഭിക്കാനും കലിയുഗത്തിൽ ഏറ്റവും നല്ലത് ശ്രീകൃഷ്ണഭക്തി മാത്രമാണ്. ജ്ഞാനത്തിലേക്കും ജ്ഞാനത്തിൽ നിന്ന് വൈരാഗ്യത്തിലേക്കും ഒടുവിൽ ആനന്ദത്തിലേക്കും നയിക്കുന്നത് ഭക്തിയാണ്. വിധിപ്രകാരമുള്ള എല്ലാ കർമ്മങ്ങളും അനുഷ്ഠിച്ചാലും മതദ്വേഷിയായ ഭഗവാനിൽ ഭക്തിയില്ലെങ്കിൽ യാതൊരു ഫലവും ലഭിക്കില്ല. വേദങ്ങളും ഉപനിഷത്തുകളും ശാസ്ത്രങ്ങളും പഠിച്ച് എല്ലാം അറിയുന്നവനായാൽ പോലും മനസ്സിൽ മാധവന്റെ കഥാമൃതത്തിൽ അഭിരുചി കുറവാണെങ്കിൽ യാതൊരു ഫലവും ഉണ്ടാകില്ല. പലതരം കർമ്മങ്ങൾ ചെയ്താലും അഖിലേശൻ ലോകനാഥനായ ഭഗവാൻ പ്രസാദിച്ചില്ലെങ്കിൽ ഫലമില്ല. മോക്ഷത്തെ നൽകുന്ന ഭഗവാനെ കേൾക്കുക, പറയുക, ഓർക്കുക, പൂജിക്കുക എന്നിവയാണ് വേണ്ടത്.
ഭക്തി എങ്ങനെ വളരുന്നു? ശ്രീകൃഷ്ണകഥ കേൾക്കുന്നതിലേക്ക് നയിക്കുന്ന സാഹചര്യങ്ങൾ സൂതൻ പറയുന്നു. അറിവ് തുച്ഛമായി ലഭിച്ചവനുപോലും നരകവൈരിയുടെ ചരിതം ഒരിക്കലും മറക്കാനാവില്ല. അത് അവിസ്മരണീയമാണ്. സജ്ജന സമ്പർക്കം, പുണ്യതീർത്ഥങ്ങളിൽ ദിവസേനയുള്ള സ്നാനം, ദുർജനങ്ങളുമായുള്ള വിയോഗം എന്നിവ ഉണ്ടാകുന്നവർക്ക് അച്യുതകഥകൾ എത്രയേറെ കേൾക്കുന്നുവോ അത്രയേറെ അച്യുതന്റെ പാദാംബുജങ്ങൾ നമ്മുടെ ഹൃദയങ്ങളിൽ പ്രതിഷ്ഠിതമാകുമെന്നർത്ഥം. ശ്രേയസ്സിലേക്ക് നയിക്കുന്ന വിശുദ്ധ വീതിയാണത്. അച്യുതൻ വസിക്കുമ്പോൾ പൂർണ്ണമായ സൗഖ്യം വരും. ശൗനകാദി മഹർഷിമാർക്ക് സൂതൻ നൽകുന്ന ഉപദേശം തുടരുന്നു. ബോധോദയത്തിനു വേണ്ടി എല്ലാവരും അച്യുതപാദാംബുജം ഉൾപ്പൂവിലുറപ്പിക്കണമെന്നാണ് ആദ്യം ഉപദേശിച്ചത്. ഇതാണ് ശ്രേയസ്സിലേക്ക് നയിക്കുന്ന വിശുദ്ധമാർഗം. തുടർന്ന് അച്യുതനെ സംബന്ധിച്ച് കൂടുതലായി വിവരിക്കുന്നു. സൃഷ്ടിയെപ്പറ്റിയാണ് ആദ്യം പ്രസ്താവിക്കുന്നത്. ഈശ്വരൻ മായാസംബന്ധമായ ഗുണങ്ങളില്ലാത്തവനാണ്. അവിടുന്ന് സർവ്വലോകങ്ങൾക്കും ആശ്രയമായി നിലകൊള്ളുന്നു. അദ്ദേഹം നിഷ്കളങ്കനായിട്ടും നിരന്തരം നിലനിൽക്കുന്നു. ഈ നിർഗുണനായ ഈശ്വരന്റെ സ്വന്തം പ്രഭയിൽ രമിക്കുന്ന ആനന്ദത്തിന്റെ സ്വത്വത്തിൽ നിന്നാണ് മഹാമായ ഉത്ഭവിച്ചത്. മായയിൽ ദൈവത്തിന് യഥാർത്ഥത്തിൽ സംഘമില്ല. എങ്കിലും ചിന്മയിയായ മഹാമായയുമായി ഇടചേർന്നപ്പോഴാണ് അവ്യക്തമായ പരബ്രഹ്മം മായയാൽ സുവ്യക്തമായി പുരുഷരൂപം കൈക്കൊണ്ടത്. ഈ പുരുഷരൂപം യോഗനിദ്രയും പൂണ്ട് പാലാഴിയിൽ പള്ളികൊള്ളുന്ന ഏകനായകനാണ്. ആ മഹാവിഷ്ണുവിന്റെ നാഭിയിൽ നിന്ന് ഒരു പദ്മം ഉണ്ടായി. ആ താമരപ്പൂവിൽ നിന്നാണ് ബ്രഹ്മാവ് ജനിച്ചത്. ഈ ബ്രഹ്മാവിന്റെ അവയവങ്ങളിൽ നിന്നാണ് പിന്നീട് ലോകങ്ങൾ മുഴുവൻ ഉണ്ടായത്. ചുരുക്കത്തിൽ ഗുണരഹിതനായ പരബ്രഹ്മത്തിൽ നിന്ന് മായ ഉത്ഭവിക്കുകയും ആ മായയുമായി ചേരുമ്പോൾ പരബ്രഹ്മം പുരുഷരൂപം കൈക്കൊള്ളുകയും ചെയ്യുന്നു. ഈ പുരുഷരൂപമായ മഹാവിഷ്ണുവിന്റെ നാഭിയിൽ നിന്ന് ബ്രഹ്മാവ് ജനിക്കുകയും ബ്രഹ്മാവിൽ നിന്ന് ലോകസൃഷ്ടി ആരംഭിക്കുകയും ചെയ്യുന്നു. മഹാവിഷ്ണു ലോകങ്ങളിൽ ബ്രഹ്മാവിനെ കൊണ്ട് പ്രജകളെ സൃഷ്ടിപ്പിച്ചു. അതിനുശേഷം സൃഷ്ടിക്കപ്പെട്ട ഈ പ്രജകളെ രക്ഷിക്കുന്നതിനു വേണ്ടിയാണ് ഭഗവാൻ തന്റെ അംശങ്ങളെക്കൊണ്ട് ലോകത്തിൽ അവതാരങ്ങൾ ചെയ്തത്. സനകാദികൾ അവതാരങ്ങളിൽ ആദ്യത്തേത് 4 അംശങ്ങളായിട്ടാണ്. സനകൻ, സനന്ദൻ, സനാതനൻ, സനൽകുമാരാഗ്യൻ. ഇവർ 4 പേരും 4 വയസ്സുള്ള കുട്ടികളെപ്പോലെ എപ്പോഴും വിശുദ്ധിയുള്ളവരായി നിലകൊണ്ടു. ബ്രഹ്മചര്യത്തിന്റെ നിഷ്ഠ ലോകത്തിന് കാട്ടിക്കൊടുക്കാൻ വേണ്ടിയാണ് ഇവർ നിർമ്മലന്മാരായി ഭൂമിയിൽ അവതരിച്ചത്. ഇവർ സദാസമയവും 4-ാം വേദാന്തത്തെയും ശീലിച്ചുകൊണ്ട് നടന്നു. രണ്ടാമത്തെ അവതാരം വരാഹമൂർത്തി സൂകരമൂർത്തിയായിട്ടാണ്. പന്നി രൂപത്തിൽ ഹിരണ്യാക്ഷനെ വധിക്കാനും ഭൂമിയെ ഉയർത്തുവാനും സമുദ്രത്തിൽ മുങ്ങിപ്പോയ ഭൂമിയെ രക്ഷിക്കാൻ വേണ്ടിയാണ് ഭഗവാൻ യാഗത്തിന്റെ അവയവങ്ങൾ നിറഞ്ഞ രൂപത്തിൽ വരാഹമായി പിറന്നത്. സൂതൻ ഭഗവാന്റെ അവതാരങ്ങളെക്കുറിച്ചുള്ള വിവരണം തുടരുകയാണ്. നാരദാവതാരം. സാത്വികനായ മുനി നാരദനായി അവതരിച്ചു. സാത്വമായ തന്ത്രം ലോകത്തെ പ്രകാശിപ്പിക്കാൻ വേണ്ടിയായിരുന്നു ഈ അവതാരം. നരനാരായണന്മാരെന്ന അവതാരം. നരനാരായണന്മാരായി ഭൂമിയിൽ അവതരിച്ചു. വിഷ്ണുവിന്റെ അവതാരമൂർത്തികളായ മഹർഷിമാർ, കൃഷ്ണാർജുനന്മാരും ഇതിന്റെ അംശങ്ങളാണ്. ഭൂമിയിൽ തപസ്സിന്റെ ശക്തി ലോകത്തിന് കാട്ടിയിടുവാൻ വേണ്ടിയായിരുന്നു ഈ അവതാരം. കപിലാവതാരം. സിദ്ധേശനായ കപിലാഖ്യനായി കപിലൻ അവതരിച്ചു. മനുഷ്യർക്ക് സാങ്ഖ്യതത്വങ്ങളെക്കുറിച്ചുള്ള അറിവ് ലഭിക്കാൻ വേണ്ടിയായിരുന്നു ഈ അവതാരം. കപിലൻ സാങ്ഖ്യമത സ്ഥാപകനായ മുനിയാണ്. ദത്താത്രേയ അവതാരം. അനസൂയയിൽ ദത്തൻ എന്ന അഭിധാനത്തോടുകൂടിയ പുത്രനായി അവതരിച്ചു. ധർമ്മശാസ്ത്ര നിയമങ്ങൾ ലോകത്തിന് ഉപദേശിച്ചു. യജ്ഞാവതാരം. സജ്ജനസേവ്യനായ യജ്ഞനായി അവതരിച്ചു. ദുർജനങ്ങളെ അവസാനിപ്പിക്കുകയും നിർജ്ജരേന്ദ്രനായി ദേവേന്ദ്രനായി വർത്തിക്കുകയും ചെയ്തു. ഋഷഭാവതാരം. ലക്ഷ്മിവല്ലഭൻ നാഭി എന്ന രാജാവിന് മേരുദേവി എന്ന ഭാര്യയിൽ ഋഷഭൻ എന്ന മുഖ്യ രാജാവായി വന്നു. ഉപദേശങ്ങളോടും നിയന്ത്രണങ്ങളോടും കൂടിയ ധർമ്മമാർഗങ്ങളെ ലോകത്തിന് കാണിച്ചുകൊടുക്കാൻ വേണ്ടിയായിരുന്നു ഈ അവതാരം. സൂതൻ മഹാവിഷ്ണുവിന്റെ പ്രധാനപ്പെട്ട അവതാരങ്ങളെക്കുറിച്ചുള്ള വിവരണം തുടരുകയാണ്. ലോകരക്ഷ, ധർമ്മസംസ്ഥാപനം, അറിവിന്റെ വീണ്ടെടുപ്പ്, അമൃത് വിതരണം തുടങ്ങിയ ലക്ഷ്യങ്ങളോടുകൂടിയ അവതാരങ്ങളാണ്. പ്രോവ് അവതാരം. ഭൂമിനായകൻ പ്രോവായി അവതരിച്ചു. സൂര്യവംശത്തിലെ വേനന്റെ പുത്രൻ. ഭൂമിയെ കറക്കാനും ഭൂമി പശുവായി മാറി മരങ്ങൾ മുതൽ മനുഷ്യർ വരെ ആവശ്യാനുസരണം വസ്തുക്കൾ കറന്നെടുക്കാൻ, നിരത്തിച്ചുമക്കാനും കിരീടാവകാശിയായ ശേഷം ഈ ബാധകളാൽ ആകുലമായ രാജ്യം സമ്പൽസമൃദ്ധമാക്കാൻ വേണ്ടിയായിരുന്നു ഈ അവതാരം. മത്സ്യ അവതാരം. മേദിനീപതി മത്സ്യമായി അവതരിച്ചു. പ്രളയസമുദ്രത്തിൽ വെച്ച് വേദങ്ങളെ വീണ്ടെടുക്കാൻ വേണ്ടിയായിരുന്നു ഈ അവതാരം. ഹയഗ്രീവൻ വേദങ്ങൾ മോഷ്ടിച്ചപ്പോൾ വിഷ്ണു മത്സ്യമായി അവതരിച്ചെന്ന് കഥ. കൂർമ്മ അവതാരം. ആമയായി കൂർമ്മം അവതരിച്ചു. ഇന്ദ്രാദികൾക്ക് ജരാനരകൾ നീക്കിയിടുവാനും വാർദ്ധക്യം ഒഴിവാക്കാനും അമൃത് ലഭിക്കാനുമായി ഇന്ദ്രാരജനവുമായി അസുരന്മാരുമായി ചേർന്ന് പാൽക്കടൽ കടഞ്ഞനാൾ മന്ദരപർവ്വതത്തെ കടകോലായി ഉപയോഗിക്കുമ്പോൾ അത് താങ്ങി ഉയർത്താനായി ആമയായി താഴെ നിന്നു. ധന്വന്തരി അവതാരം. ധന്വന്തരി മൂർത്തിയായി അവതരിച്ചു. ആയുർവേദത്തെ ഭൂമിയിൽ ഉപദേശിപ്പാനാണ് ഈ അവതാരം ചെയ്തത്. പാലാഴി മദന സമയത്ത് അമൃതകുംഭവുമായി പ്രത്യക്ഷനായ ദേവനാണ് ധന്വന്തരി. മോഹിനി അവതാരം. ദൈത്യാരി മോഹിനി വേഷം പൂണ്ടു. പാലാഴി മദനത്തിനു ശേഷം അമൃത് ലഭിച്ചപ്പോൾ അസുരന്മാരെ മോഹിപ്പിച്ച് വശീകരിച്ച് അമൃത് വീണ്ടെടുത്ത് ദേവന്മാർക്ക് നൽകാൻ വേണ്ടിയായിരുന്നു ഈ അവതാരം. നരസിംഹം. ഭക്തനായ പ്രഹ്ലാദനെ രക്ഷിക്കാനും അവന്റെ പിതാവായ ഹിരണ്യകശിപുവിനെ നിഗ്രഹിക്കുവാനുമാണ് നരസിംഹമായി അവതരിച്ചത്. വാമനമൂർത്തി. മഹാബലിയെ വഞ്ചിക്കുവാനായി പാതാളത്തിൽ ചവിട്ടിത്താഴ്ത്താൻ കാമദൻ ഇന്ദ്രന്റെ അനുജനായി അതിഥിയുടെ പുത്രനായി അവതാരം ചെയ്തു. പരശുരാമൻ. ബ്രാഹ്മണരെ ദ്രോഹിക്കുന്ന ക്ഷത്രിയ രാജാക്കന്മാരെ വധിക്കാൻ നിർമ്മലനായ ജമദഗ്നിനന്ദനായി പരശുരാമൻ അവതരിച്ചു.
21 പ്രാവശ്യം ലോകം ചുറ്റി ക്ഷത്രിയരെ വധിച്ചു. വേദവ്യാസൻ ധർമ്മസ്ഥാപനകരനും ചിന്മയനും ജഗന്മയനും ആയ നാഥൻ വേദവ്യാസനായതും ഒരു അവതാരമാണ്. രാമൻ രാവണനെ കൊല്ലുവാൻ അഖിലേശൻ രാമനായി അവതരിച്ചു. ബലരാമൻ ദേവന്മാരുടെ ആവശ്യം നിറവേറ്റാനായി അവതരിച്ച ശേഷം രേവതിയെ ഭാര്യയായി സ്വീകരിച്ച ബലരാമൻ ശിവൻ മത്യത്താൽ മത്തുപിടിച്ചവൻ ആയി അവനിയിൽ ഭൂമിയിൽ അവതരിച്ചതും ഭഗവാൻ താൻ തന്നെ. കൃഷ്ണൻ ദേവദേവേശൻ പിന്നീട് ദേവകീസുതൻ കൃഷ്ണനായി അവതരിച്ചതും താൻ തന്നെ. ഭാവി അവതാരങ്ങൾ ബുദ്ധൻ കലിയുഗത്തിൽ ജഗന്നാഥൻ ബുദ്ധനാം ജിനസുതനായതും ജിനപുത്രനായ ബുദ്ധനായി അവതരിച്ചതും ഭഗവാൻ തന്നെയാണ്. കൽക്കി ഇനി കലിയുഗത്തിന്റെ അവസാനത്തിൽ കൽക്കിയായി അവതരിക്കുകയും ചെയ്യും. ഒരൊറ്റ നോട്ടത്തിൽ വിഷ്ണുവിന്റെ അവതാരങ്ങളെ ദർശിക്കാനുതകും വിധമാണ് വിവരണം. മഹാവിഷ്ണുവിന്റെ അവതാരങ്ങളെക്കുറിച്ചാണ് സൂതൻ അത്യന്തം സംക്ഷിപ്തമായി വിവരിച്ചത്. വിഷ്ണുവിന്റെ അവതാരങ്ങൾ അസംഖ്യമാണ്. കേവലം ഋഷിവർഗവും ദേവന്മാരും മാത്രമല്ല, ഇത്തരം അവതാരങ്ങൾ അസംഖ്യം പറയാനുണ്ട്. മനുക്കൾ 14. ഓരോ മനുവിനും ഒരു മന്വന്തരകാലമായ 43,20,000 മാനുഷവർഷത്തേക്ക് ലോകപരിപാലനത്തിനധികാരമുണ്ട്. പ്രജാപതിമാരും സൃഷ്ടികർത്താക്കൾ 21 പ്രജാപതിമാർ മനുഷ്യരിലെ മഹതുക്കളും എല്ലാം ഈശ്വരൻ നാരായണൻ തന്നുടെ അവതാരമാണ്. പ്രപഞ്ചം മുഴുവൻ നിശ്ചയമായും ഈശ്വരമയമാണ്. ഈശ്വരഹിതമാണ് പ്രപഞ്ചത്തിൽ സനാതനമായി ആധിപത്യം ചെലുത്തുന്നത്. ആ പ്രപഞ്ചത്തിനെല്ലാം സാക്ഷിയായി ഏകാത്മാവായി നിൽക്കുന്ന സകലാത്മാവായ പരബ്രഹ്മം ഒന്നുമാത്രമാണ് സത്യം. ആ പരബ്രഹ്മത്തിന്റെ മഹാമായാണ് പ്രപഞ്ചത്തിന്റെ ആദികാരണം എന്ന് ഒരുവൻ മനസ്സിലാക്കുന്ന സമയത്ത് അവനിൽ ആത്മജ്ഞാനം ഉദിക്കുന്നു. അനുവാചകഹൃദയങ്ങളിൽ ഈ ആത്മജ്ഞാനം ജനിപ്പിക്കുന്നതിനു വേണ്ടിയാണ് വന്ദ്യനായ വേദവ്യാസൻ ഈ ശ്രീമഹാഭാഗവതം ചമച്ചത്. വ്യാസൻ ഈ ഭാഗവതം തന്റെ പുത്രനായ ശ്രീശുകനായ മുനിശ്രേഷ്ഠന് ശുഗമഹർഷിയെ ശരിയായ രീതിയിൽ പഠിപ്പിച്ചുകൊടുത്തു. ആശകളതെന്ന ശ്രീശുഗമുനീന്ദ്രൻ ആ കാലത്ത് ഗംഗാതീരത്ത് എത്തി ഉപവാസം എടുത്ത് ഇരിക്കുന്ന പരീക്ഷിത്ത് രാജാവിനാണ് ഈ ഭാഗവത കഥകളെല്ലാം അറിയിച്ചു കൊടുത്തത്. ചുരുക്കത്തിൽ അവതാരങ്ങൾ അനന്തമാണ്. പ്രപഞ്ചം മുഴുവൻ ഈശ്വരമയമാണ്. ഈ പ്രപഞ്ചത്തിന്റെ ആദികാരണമായ പരബ്രഹ്മത്തിന്റെ മഹാമായയെക്കുറിച്ച് അറിയുമ്പോൾ ആത്മജ്ഞാനം ഉദിക്കുന്നു. ഈ സത്യം വെളിവാക്കാനാണ് വേദവ്യാസൻ ഭാഗവതം രചിച്ചത്. അത് അദ്ദേഹം ശുഗമഹർഷിക്കും ശുഗമഹർഷി പരീക്ഷിത്ത് രാജാവിനും ഉപദേശിച്ചു നൽകി. ഇത്രയും കേട്ടപ്പോൾ ശൗനകമുനിക്കു ചോദ്യങ്ങൾ പലതും ചോദിക്കാനുണ്ടായി. വേദവ്യാസൻ ഏത് സമയത്ത് ആരുടെ പ്രേരണയാൽ ഏത് സ്ഥലത്തു വെച്ച് എന്ത് കാരണത്താൽ ഭാഗവതം രചിച്ചു? യാതൊരു ആഗ്രഹങ്ങളുമില്ലാത്ത ശുഗമഹർഷി എന്ത് പ്രേരണയാലാണ് ഇത്രയധികം താൽപര്യത്തോടെ ഭാഗവതം പഠിക്കാൻ തയ്യാറായത്? പരീക്ഷിത്ത് രാജാവ് എന്ത് കാരണത്താലാണ് നിരാഹാരനായി പ്രായോപവേശം മരണത്തിനായി ഉപവാസം സ്വീകരിച്ചത്? ആ സമയത്ത് ഗംഗാതീരത്തെത്തിയ ശുഗമഹർഷിയെ പരീക്ഷിത്ത് രാജാവിന് എങ്ങനെ കണ്ടെത്താൻ കഴിഞ്ഞു? അവർ തമ്മിൽ എങ്ങനെ കണ്ടുമുട്ടി? പരീക്ഷിത്തും ശുഗമഹർഷിയും തമ്മിൽ ഭാഗവതത്തെക്കുറിച്ച് സംസാരിക്കാൻ ഉണ്ടായ സാഹചര്യം എന്തായിരുന്നു? ആ സംഭാഷണം എങ്ങനെ സംഭവിച്ചു? ശൗനകാദി മഹർഷിമാരുടെ ചോദ്യങ്ങൾക്ക് മറുപടിയായി ശ്രീമദ് ഭാഗവതത്തിന്റെ രചനാപശ്ചാത്തലം വിശദീകരിച്ചുകൊണ്ട് സൂതൻ കഥ തുടർന്നു പറയുന്നു. സൂതൻ പറയുന്നതനുസരിച്ച് ദ്വാപരയുഗത്തിന്റെ അവസാനത്തിലാണ് കഥയുടെ തുടക്കം. പങ്കജവിലോചനനായ നാരായണൻ തന്നെ സത്യവതി എന്ന സ്ത്രീയിൽ പരാശര മഹർഷിയുടെ പുത്രനായി തപസ്സനുഷ്ഠിക്കുന്നവനായി അവതരിച്ചു. അതാണ് വേദവ്യാസൻ. ലോകാനുഗ്രഹത്തിനായി അവതരിച്ച ഈ വേദവ്യാസൻ സരസ്വതീതീരത്തെ വേഗത്തിൽ പ്രാപിച്ചു. വ്യാസൻ അവിടെ ധ്യാനത്തിൽ മുഴുകി ഉള്ളിലെ കണ്ണുകൊണ്ട് നോക്കിയ നേരത്ത് കലിയുഗം വന്നിരിക്കുന്നു എന്ന് കാണാൻ കഴിഞ്ഞു. കലിയുഗത്തിൽ ധർമ്മത്തിനു ക്ഷയം സംഭവിക്കുമല്ലോ. കാൽദോഷത്താൽ ധർമ്മം ക്ഷയിച്ചുപോകുമെന്നും മനസ്സിലാക്കി. കലിയുഗത്തിൽ കുറഞ്ഞുവരുന്ന ധർമ്മത്തിന്റെ പാലനം ചെയ്യാനായിട്ടാണ് മുനിവരൻ ആ സമയത്ത് പ്രധാന കർമ്മം ചെയ്തത്. അദ്ദേഹം വേദത്തെ 4 പകുത്തു. ആ 4 ഭാഗങ്ങളും 4 ശിഷ്യന്മാർക്ക് വെവ്വേറെയായി പഠിപ്പിച്ചു നൽകി. വേദം പകുത്തതിനുശേഷം വ്യാസഭഗവാൻ അടുത്ത കർമ്മത്തിലേക്ക് തിരിയുന്നു. വേദങ്ങളെ 4 പകുത്തതിനുശേഷം അതിന്റെ പൊരുൾ വെളിച്ചത്ത് കാട്ടിടുവാനായി വേദവ്യാസൻ താൽപര്യത്തോടെ പുരാണങ്ങൾ ചമച്ചു ശിഷ്യന്മാരെ പഠിപ്പിച്ചു. ലോകത്തിന് നന്മ വരുന്നതിനായി ആയിരുന്നു ഈ കർമ്മങ്ങളെല്ലാം. എന്നാൽ ഇത്രയൊക്കെ ചെയ്തിട്ടും വ്യാകുലം തീർന്ന് ബുദ്ധി നന്നായി തെളിഞ്ഞില്ല. മനസ്സിന് സമാധാനവും തൃപ്തിയും ലഭിച്ചില്ല. ഇതിനു കാരണമെന്തെന്ന് അദ്ദേഹം ചിന്തിച്ചു. ഇതിന് ഒരു കാരണം എന്താണുള്ളത്? ഇങ്ങനെ വ്യാസൻ ചിന്തിച്ചിരിക്കുന്ന ഇടയ്ക്ക് നാരദ മഹർഷി അവിടെയെത്തിയതു. അടുത്ത് വന്ന ദേവമുനിയെ കണ്ടപ്പോൾ സന്തോഷം നിറഞ്ഞ വേദവ്യാസൻ വളരെ ഭക്തിപൂണ്ട് എഴുന്നേറ്റ് നിന്നു. അദ്ദേഹത്തെ വന്ദിച്ചു നമസ്കരിച്ചു. കാൽ കഴുകാനുള്ള ജലം, പൂജദ്രവ്യങ്ങൾ തുടങ്ങിയ ദശോപചാരങ്ങൾ അർപ്പിച്ചു പൂജിച്ചു. സൽക്കാരവും ക്ഷേമം അന്വേഷിക്കൽ കഴിഞ്ഞപ്പോൾ മുഖ്യനായ ദേവമുനി നാരദൻ അദ്ദേഹത്തോട് സംസാരിക്കാൻ തുടങ്ങി.